വീടിനെക്കുറിച്ചുള്ള സങ്കല്പം അനുദിനം ആളുകളുടെ മനസ്സിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എലിവേഷൻ ആയിക്കോട്ടെ, യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം മാറ്റങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഇത് വരുന്നത് ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ട് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് വലിയൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് ഈ വീട് വന്നിട്ടുള്ളത്. 5 സെൻറ്റ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ടാർ റോഡ് ഫ്രണ്ടേജാണ് വീട് വന്നുള്ളത്. കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ 2 എലവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പോർച്ചിലേക്കാണ് ആദ്യം വരുന്നത്. കടപ്പാക്കല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വന്നിട്ടുണ്ട്. ഒരു സൈഡിലെ പില്ലറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വെർട്ടിക്കൽ ഗാർഡൻ എല്ലാം ചെയ്യാവുന്നതാണ്. 4 കോർണറിലും CCTV ക്യാമറ പോയിന്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്ത് വെസ്റ്റ് കോർണറിൽ ധാരാളം സ്പേസോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നോർത്ത് സൈഡിലേക്ക് നമുക്ക് പോകാം. ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എൻട്രൻസും കൂടിയാണ്. ആൻറ്റിക് ടൈല് കൊടുത്തിട്ടുണ്ട്, പെബിൾസ് വിരിച്ചിട്ടുണ്ട്. കടപ്പാക്കല്ലാണ് പേവിങ്ങിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫൗണ്ടൻ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വീടിന് വരുന്നത് അടുക്കളയാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയായിട്ട് വെല്ലും വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മാർക്കറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സിങ്കും ടാപ്പും ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ബാക്ക്ഗ്രൗണ്ടിലെ ഭിത്തിയിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, റിവർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പേവിങ്ങിനായിട്ട് കല്ലാണ് കൊടുത്തുള്ളത്. റിവർ സ്റ്റോണും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റോൺ വർക്കുകളും അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന 3D ടൈലുകളും നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെയായിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ലെതർ ഫിനിഷിൻ്റെ നാനോ ടൈലാണ് കൊടുത്തുള്ളത്. ഇരുവശങ്ങളിലായിട്ട് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ആദ്യത്തെ പില്ലറിൽ തന്നെ സ്റ്റോൺ വർക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അകത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ്. സിംഗിൾ ഡോറാണോ എന്നുള്ളത് നല്ലൊരു പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതൊക്കെ വുഡിൽ തന്നെയാണ്. ഗോദ്രേജിൻ്റെ ലോക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. ഡബിൾ ഹാൻഡഡ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ്. മാത്രമല്ല ഒരു സൈഡിലെ ഭിത്തി ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു U ഷേപ്പിലൊക്കെ നമുക്കിവിടെ സോഫ സെറ്റീസൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതിന് മേലെയായിട്ട് ഫാൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിനിയറിൻ്റെ വർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ്. ഷാൻലൈൻ ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വിൻഡോസിലാണ് കൊടുത്തുള്ളത്. അപ്പോൾ സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്കൊരു TV വയ്ക്കാവുന്നതാണ്. അതിനെ ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് വിനിയർ കൊണ്ട് തന്നെ. കാരണം അത് ഡൈനിങ്ങും കിച്ചനുമാണ്. അപ്പോൾ അതിനെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം അതുപോലെ തന്നെ കവറിങ് വരുന്നുണ്ട്. എല്ലാം വിനിയറിൽ തന്നെയാണ്. LED ലൈറ്റുകൾ അകത്ത് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല മേലെയും വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട്. TV യൂണിറ്റൊക്കെ വലിപ്പമുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ. അതും കോർട്ട്യാർഡിലേക്ക് വ്യൂ എന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡുമാണ്. വെസ്റ്റ് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഫാൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ബീഡിംഗ് ആയിട്ട് വുഡിൻ്റെ അതേ വിനീർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതൊക്കെ വാം ലൈറ്റ് തന്നെയാണ്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ വന്നിട്ടുണ്ട്. കൗണ്ടറിൻ്റെ പാറ്റേൺ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വിനീറിൽ തന്നെ നമുക്കൊരു കൗണ്ടറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും ഉണ്ട്. വാഷ് കൗണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു വാഷ് ബേസിനാണ് വന്നുള്ളത്. അതും ജാഗ്വാറിൻ്റെ പില്ലർ കോക്കൊക്കെ ജാഗ്വാറിൻ്റെ തന്നെയാണ്. ടൈലിൻ്റെ പുറത്താണ് കൊടുത്തുള്ളത്. നാനോ ടൈലിൻ്റെ പുറത്താണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ നാനോ ടൈല് തന്നെയാണ്. ഒരു മാറ്റ് ഡിസൈനിലുള്ള നാനോ ടൈല് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളെല്ലാം അതേ കളർ പാറ്റേണിലുള്ള ടൈലുകൾ ഡിസൈനിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളിലെ പവർ പോയിന്റുകളെല്ലാം യഥാസ്ഥാനത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ കൂടി ഈ ഭാഗത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ കിച്ചൻ്റെ സ്പേസ് നമുക്ക് ഒട്ടും തന്നെ പോകുന്നില്ല. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹൂബൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. കിച്ചൺ വാർഡ്രോബ്സുകളെല്ലാം കൈയെത്തുന്ന ദൂരത്ത് തന്നെയാണ് ഡിസൈൻ ചെയ്തുള്ളത്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്യാം. ടാൻഡം ബോക്സിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് സ്റ്റെയറിൻ്റെ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ സ്പേസിലായിട്ട് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മാഗസീനും മറ്റുമൊക്കെ വെക്കാനും അതുപോലെ തന്നെ പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിൽ ഒരു ആൻറ്റിക് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് പെബിൾസ് വിരിച്ചിരിക്കുകയാണ്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോർണർ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയിലുമാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. പ്രൊഫൈൽ ബീഡിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ തന്നെയാണ്. ഈ ഭാഗം വരുന്നതാണ് സൗത്ത് സൈഡ്. അവിടെ വലിയ വിൻഡോസാണ് എന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈ വലിയ വിൻഡോസുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത. കറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ. മാത്രമല്ല വാർഡ്രോബ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വിത്ത് മിററും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്നും നേരെ ബാത്റൂമിലേക്കാണ് വരുന്നത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. ഷവർ സ്പേസ് ആണ് വരുന്നത്. ജാഗ്വാറിൻ്റെ ഒരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷാംപൂസും മറ്റ് ലിക്വിഡ്സ് ഒക്കെ വെക്കാനായിട്ട് അകത്ത് തന്നെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഇതിൻ്റെ ഡോറ് വന്നിരിക്കുന്നതും ഫൈബർ ഡോറ് തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അതേ ഡിസൈനിലുള്ള ജനലുകൾ തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വാൾഡ്രോബ്സ് തന്നെയാണ്. ഇവിടെ 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് ബീഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വിനീർ തന്നെയാണ്. നേരെ നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണ്. ഇവിടെ ഒരു കൗണ്ടർ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. വാഷ് ബേസും വന്നിരിക്കുന്നത് ജാഗ്വാറാണ്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, ജാഗ്വാറിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഷവർ സ്പേസ് വരുന്ന ഭാഗമൊന്ന് താഴ്ത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭിത്തി വന്നിരിക്കുന്നതെല്ലാം ഗ്ലോസി ടൈലിലാണ്. അകത്ത് സ്പേസും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റും വരുന്നുണ്ട്. സീലിംഗിൽ നിന്നാണ് ലൈറ്റും കാര്യങ്ങളെല്ലാം വന്നുള്ളത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് നമുക്ക് വാർഡ്രോബ്സ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു മിറർ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴെ 2 നല്ല ബെഡ്റൂം കിട്ടി. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടീക്കൂട്ടിൻ്റെ ഡിസൈനിലുള്ള വുഡ് പാറ്റേണിലുള്ള ടൈലാണ്. അതും മാറ്റ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. അതും ടീക്കൂട്ടിൽ തന്നെയാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ ടീക്കൂട്ട് കൊടുത്തിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗം ഈസ്റ്റ് സൈഡാണ്. സ്ലൈഡിംഗ് വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഗ്രില്ലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടംബ്ലിംഗ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത്. നേരെ കയറാം. കയറി ലാൻഡ് ചെയ്യുന്ന ഭാഗത്തും അതേ വുഡ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. അതായത് വുഡിൻ്റെ ഡിസൈനിലുള്ള ടൈല് തന്നെ ഈ ഭാഗം ഫുള്ള് കൊടുത്തിട്ടുണ്ട്.
ഇത് വരുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കുള്ള ഒരു വ്യൂവും കൂടിയാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് ടീ വുഡാണ്, സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡൈനിങ് വ്യൂ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മേലെയുള്ള ഫാൾ സീലിംഗ് വർക്കിലാണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കോപ്പർ LED ലൈറ്റുകളാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിങ്ങും അതിന് ബീഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നതും വിനീർ തന്നെയാണ്. ഇത് നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് TV സ്പേസ് ചെയ്യാം, ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം, താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വശങ്ങളിലാണെന്നുണ്ടെങ്കിലും ക്യൂരിയോസോ അല്ലെങ്കിൽ ബുക്സോ വയ്ക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സ്പേസോട് കൂടിയുള്ളൊരു TV സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ വലിയ വിൻഡോസ് ആണ് എന്നുള്ളത്. ഇത് വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റിയിലേക്ക് ആദ്യം പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂട്ടിലിറ്റിയിലാണ്. യൂട്ടിലിറ്റി ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ പാറ്റേണിൽ മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. ഇനി വാഷ് ബേസിൻ കൊടുക്കാനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയൺ ടേബിൾ ഇടാവുന്ന സ്പേസും ഉണ്ട്. ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഒരു ഹോം തിയേറ്റർ സ്പേസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിൽ നല്ല വലിപ്പമുള്ള ലാഡർ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. മേലെ ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ളൊരു ബെഡ്റൂമാണ്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് സൗത്ത് സൈഡ്. ഇത് ഈസ്റ്റ് സൈഡാണ് വന്നുള്ളത്. ഈസ്റ്റ് സൈഡിലേക്ക് ഇതിൻ്റെ ഒരു ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാൽക്കണിയോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വാർഡ്രോബ്സിലേക്ക് വരികയാണെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. താഴത്തെ സെയിം സ്പേസ് തന്നെ നല്ലൊരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, LED ലൈറ്റുകൾ, റെയിൻ ഷവർ, അതുപോലെ തന്നെ ഡയവേർട്ടറുമാണ് ഇവിടെ വന്നുള്ളത്. അപ്പോൾ താഴെ മേലെയായിട്ട് സെയിം കളർ പാറ്റേണിലുള്ള ടൈല് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വ്യൂവും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 12 അടി നീളവും 11 അടി വീതിയുമാണ്. ഇതാണ് സൗത്ത് സൈഡ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ സെയിം പാറ്റേണിലുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ബാത്റൂമിൻ്റെ സെയിം പാറ്റേണിലുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാൽക്കണിയിലാണ്. ഇതിനൊരു 3, 4, 5 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ടഫ് ആൻഡ് ഗ്ലാസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നല്ലൊരു പ്ലാൻസ് ആയി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ പ്രധാന ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഈ ബാൽക്കണിയുടെ ഒരു എൻട്രൻസ് വരുന്നത് ലിവിങ്ങിൽ നിന്നാണ്, അപ്പർ ലിവിങ്ങിൽ നിന്നാണ് വരുന്നത്. ഭംഗിയായിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത്. നല്ലൊരു ആട്ടുകട്ടിലൊക്കെ കൊടുക്കാനുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ ഊഞ്ഞാൽ കൊടുക്കാവുന്നതാണ്. മാത്രമല്ല ഫ്രണ്ടിൽ ഹാൻഡിൽ വരുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിലും ടഫ് ആൻഡ് ഗ്ലാസ്സുമാണ്. സെയിം പാറ്റേണിലുള്ള പ്ലാൻസ് ഇവിടെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന ഡിസൈൻ വർക്കുകളാണ് ഇതെല്ലാം. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. റെഡി ടു മൂവ് വില്ലയാണ്. 10-15 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം തീർത്തുകൊണ്ട് നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് വീട്. ബാങ്ക് അപ്രൂവ്ഡ് പ്രോജക്റ്റാണ്. അതെല്ലാം പേപ്പർ വർക്കിൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പേപ്പർ വർക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. 5 സെൻറ്റ് 160 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2400 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 98 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. അതല്ല ഇനിയിപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ പക്കൽ ലാൻഡ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ അതിൽ ചെയ്തു തരാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് മുതൽ പ്രീമിയം കാറ്റഗറിയിലുള്ള വീടുകൾ വരെ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.